എന്താ ഇത്? അതാ ഞാനും ആലോചിക്കുന്നത്, എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഒരുമാതിരി വെളച്ചിൽ വർത്താനം എടുത്താലുണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ കുലുങ്ങി കുലുങ്ങി ഒരു പരുവായി വരുവാ. അങ്കിളിനെ വിളിക്കാനോ? അതിനിവിടെ റേഞ്ച് ഇല്ല. ഗോഡിനെ വിളിച്ചോ, അതിന് റേഞ്ച് ഒന്നും വേണ്ട. മാഡം, ഇതിത്ര അന്താരാഷ്ട്ര വിഷയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് തള്ളിയാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതെ, വഴിയെ കിടന്ന് ഇനിയും കാറ് തള്ളാൻ സേവ്യർ അഗസ്റ്റിന്റെ അനന്തരവൾ മീരാമാമൻ വേറെ ജനിക്കണം. ആയിക്കോട്ടെ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. എന്താടി വാചം അടിക്കുന്നേ? നിന്റെ ഈ കാറിനെ ഇവിടെ കത്തിക്കും ഞാൻ. ആഹാ, രാജവമ്പാല പത്തി വിടർത്തെ ഞാൻ പേടിക്കും. അത് കണ്ട് ഞാനൊരു തലയോർത്തല്ലേ, എനിക്ക് ചിരിയാണ് വരുന്നത്. മീരാ മേഡം പറഞ്ഞ ഞാൻ അനുസരിക്കും. ഒന്ന് തന്നാ ചിലപ്പോ കൊണ്ടുവന്നു ഇരിക്കും. മനസ്സിലായാ? മേഡത്തിന്റെ അമ്മാവൻ സേവ്യർ അഗസ്റ്റിൻ സാർ ആരാന്നറിയോ? ഞാൻ ഈ നെഞ്ചത്ത് വെച്ച് ആരാധിക്കുന്ന നേതാവാ. മാഡം, മാഡത്തിന്റെ മുഖത്തെ തിളക്കമുണ്ടല്ലോ, ഈ ചൈതന്യം ഉണ്ടല്ലോ, അത് നന്മയുടെ തിളക്കമാണ്, മനുഷ്യത്വത്തിന്റെ തിളക്കമാണ്. ഒരു കാറ് കേടായാൽ കെട്ടുപോകുന്നതല്ല ഈ വെളിച്ചം. അതെ, കാറ് കേടായതിന് ദേവയാനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒന്നുകൂടെ തള്ളാം. ലാസ്റ്റ് തള്ളൽ. ഞാനൊന്നുമില്ല. തള്ളയും തള്ളാന്ന്, സോറി, കുട്ടിയും തള്ളാന്ന്. തള്ളിക്കോ തള്ളിക്കോ. ഒരു പാട്ട വണ്ടി. എന്റെ വണ്ടി വല്ലതും പറഞ്ഞോണ്ടല്ലോ, നിങ്ങളുടെ ഇട്ടേച്ച് ഞാൻ എന്റെ പാട്ടിന് പോകും. ഒന്ന് നന്നായിട്ടൊക്കെ തള്ളു. ഈ തള്ളല് വെറുതെ ആവോ? നേരെ തള്ളിയില്ലെങ്കിലാവും. അയ്യോ, ഒരു വണ്ടി ഫുൾ ഓഫ് ലേഡീസ്. നിർത്തണോ, നിർത്തോ, ഒന്ന് വേഗം നിർത്തണോ. ഏയ്, സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിർത്ത്. നിർത്താനാ പറഞ്ഞേ. എന്താ എന്താ സംഭവിച്ചത്? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, ഒന്ന് തള്ളു. ആരടി നീ? ഞാൻ ആരാന്ന് വിചാരിച്ചടി നീ? എടീന്നോ? ഒന്നുകൂടെ വിളിക്കടോ. ഒരു വട്ടമല്ല 10 വട്ടം വിളിക്കോടി. എടി 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 എടി. തന്റെ തൊപ്പി ഈ കോമാളി മീശ ഞാൻ തെറിപ്പിക്കും. തെറിപ്പിക്കോടി, ചോണയുണ്ടെങ്കിൽ തെറിപ്പിക്കടി. അതൊന്ന് കണ്ടിട്ട് എന്താ? അത് മീരമാമൻ, MP സേവ്യർ അഗസ്റ്റിൻ സാറിന്റെ അനന്തരവളാ. പാടോ, വണ്ടി തള്ളാം, ആഞ്ഞു തള്ളണം. അവിടെ ഡ്യൂട്ടിയാണ് നമ്മുടെ മീരാമാമന് വേണ്ടി. ഞാൻ ആദ്യം ചൂടായില്ലയോ? അത് കോമഡിയാ. സാറ് ഭയങ്കര കോമഡിയാ. ഡിപ്പാർട്ട്മെന്റ് സാറിന് കോമഡി സാറെന്നാ വിളിക്കുന്നത്. സാറിന്റെ പേര് പറഞ്ഞാൽ തന്നെ ശരിയാ. എന്താ പേര്? ശിവദാസ്, ശിങ്കം ശിവദാസ് എന്നറിയപ്പെടും. ഷിബു എന്നും വിളിക്കും. അത് നിന്നെ ഉദ്ദേശിച്ച. പിന്നെ വണ്ടി സ്റ്റാർട്ടായ അപ്പത്തിന് ഇവിടുന്ന് സ്ഥലം വിട്ടോണം. ഏരിയ അത്ര സേഫ് അല്ല, മാവോയിസ്റ്റുകളുടെ കേന്ദ്രമാ. നിർത്തണ്ട, ഇനി തള്ളാൻ വയ്യ. മാഡം, അയ്യോ, സെൽഫി എടുക്കാൻ മറന്നുപോയി ജീവിതത്തിൽ ആദ്യമായിട്ട്. സാർ എടുത്തോളൂ. സാറന്മാരെ, ഈ വണ്ടി കൂടി ഒന്ന് തള്ളി തരുവോ? പാവല്ലേ സാറേ, തള്ളിക്കൊടുത്തേക്ക്. അതെ. എന്തൊരു കഷ്ടം എന്റെ കർത്താവേ. ഇപ്പൊ ശരിയാക്കി തരാം മാഡം, ഒരു മിനിറ്റ്. അല്ല, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, ഈ കാറ് ഞങ്ങളെ ചുമക്കുവാണോ അതോ ഞങ്ങള് കാറിനെ ചുമക്കുവാണോ? ഒരു തമാശക്കാരി. ഞാൻ തമാശ പറഞ്ഞൊന്നും അല്ല. പക്ഷെ തമാശയാണെന്ന് തോന്നും. സത്യം. കാപ്പി കുടിക്കണോ? ഈ കാർ കത്തിച്ചു കളയണമെന്നാ പറഞ്ഞേ. പെട്ടെന്ന് വെള്ളമൊഴിച്ച് തണുപ്പിച്ചില്ലെങ്കിലേ കാറ് തനിയെ കത്തിക്കോളൂ. അയ്യോ, ഞങ്ങളെ പരീക്ഷിച്ച് മതിയായില്ല എന്റെ കർത്താവേ. മാഡം, ഈ കാറും മനുഷ്യരൊക്കെ ഒരുപോലെയാണ്.
ഇപ്പൊ തന്നെ മാഡത്തിന് നിന്ന നിപ്പിൽ ഒരു അറ്റാക്ക് വന്നു എന്നിരിക്കട്ടെ. അയ്യോ വന്നാ ദേ ഒരുമാതിരി വൃത്തിയോട്. ഇപ്പൊ മാഡത്തിന്റെ തലയിൽ ഒരു ഇടുത്തി. അയ്യോ വേണ്ട. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞതാ. കാർ ഒരു ജീവിയല്ലേ മാഡം, എപ്പോഴാ എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതെ, ഇവിടെ അടുത്ത് വല്ല അരുവിയെങ്ങാനും കാണും. നമുക്ക് എല്ലാവർക്കും പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാം. ഞങ്ങളൊന്നും വരുന്നില്ല, തനിയെ അങ്ങ് പോയാ മതി. ഓഹോ, ശരി, ഞാൻ പോയിട്ട് വരാം. ആ പിന്നെ വല്ല കരടിയോ പുലിയെങ്ങാനും വന്നാലേ ദോ ആ മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. പേടിക്കൊന്നും വേണ്ട. നല്ല മൂടാണെങ്കിൽ അവറ്റകളൊന്നും ചെയ്യൊന്നുമില്ല. അതിന് നിങ്ങളൊന്നും ചെയ്യാതിരുന്നാ മതി. ഞാൻ തിരിച്ചു വന്നിട്ട് ഇറക്കി തരാം. വരുന്നുണ്ടോ ഇല്ലയോ? ദൈവമേ, വരുന്നില്ലെന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നേനെ. എന്തോന്ന് കാടുത്, തിന്നാ ഒരു ചക്ക പോലും ഇല്ലല്ലോ. ഇതാണ് പട്ടിണി കെട്ടവൻ. എന്തായാലും ഞങ്ങൾ ജയിലിൽ പോകും. അതിനു മുമ്പ് തന്നെ കൊന്നു കൊക്കയിലെറിഞ്ഞാൽ ഒരു പുണ്യകർമ്മം ചെയ്തെന്നുള്ള സമാധാനത്തോടെ നമുക്ക് പോവാം. അതൊക്കെ പാവമാണ്. മറ്റൊരു വിദ്യാർത്ഥികൾക്ക് ഇതുപോലൊരു കുരുനാഥൻ ഉണ്ടാവല്ലേ. അടങ്ങ്. സോക്രട്ടീസ്, പ്ലൂട്ടോ, എന്തിന് മഹാനായ ചെഗുവേര പോലും തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളായിരുന്നു. തുടങ്ങി. ഇതാണ് എന്റെ ബൊളീവിയൻ കാർഡെങ്കിൽ ആ മഹാന്മാരോടൊപ്പം പങ്കുചേരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പാവങ്ങളുടെ ഒരു ചെകുവേര മണ്ടവിളക്കെ കിട്ടിട്ട് നിലത്തൊന്നുമല്ലല്ലോടാ താനിപ്പോഴും. പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ 3 പേര് തനിക്ക് ഫീസ് തന്നിട്ടില്ല. ആ ഒരു തെറ്റല്ലേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. എനിക്ക് വിശന്നു വയ്യ. ഇത് വല്ലതും ഒറിജിനൽ തോക്കാരുന്നെങ്കിൽ തന്റെ തലച്ചോറ് ഞാനിപ്പോ ചെതറിപ്പിച്ചേനെ. പറഞ്ഞ പോലെ എനിക്കും വിശക്കുന്നല്ലോ. എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്നാ പിന്നെ ഇത് വിഴുങ്ങടോ. എന്താ നോക്ക്, ഇത് പിടിച്ചേ. ഓ മൈ ഗോഡ്, മാവോയിസ്റ്റ്. നോക്ക്, കണ്ടോ, ഒന്നും പറയണ്ടോ. തനിക്ക് അവസാനമായിട്ട് തന്റെ ഭാര്യയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. അവള് നിന്റെ അപ്പുറമാണ്. തന്നെ ഞാൻ കൊല്ലാൻ പോവാണോ? അവളോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ. കൊന്നോളൂ. അയ്യോ, എന്ത് എന്താ? എവിടെ? അങ്ങോട്ട് നോക്ക്. കണ്ട അവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇതില് നോക്ക്. കണ്ണി ചോരില്ലാത്തല്ലോ, ഒന്നും കാണും. ഇതിലൊന്നും കാണാനില്ലല്ലോ. ഇതിലൂടെ അങ്ങോട്ട് നോക്കാൻ. 1 പുലിയാണോ? 2 പേടിക്കണ്ട, ഞാനില്ലേ. 3 4. പേടിക്കല്ലേ സൽമാനെ. I think they are going to shoot us. Run and escape. Fast. Oh my God. Madam. Run. Fast. മാഡം, മാഡം, ഇങ്ങോട്ട് വരുന്നടാ വനിതാ മാവോയിസ്റ്റുകൾ. അയ്യോ, ഇരുന്ന ബൊളീവിയൻ തവള പോയോ? ഇത് പിടിച്ചാ ജോ. എടാ, വനിതാ മാവോയിസ്റ്റുകൾ ഓടിക്കോ. വനിതാ മാവോയിസ്റ്റ്. ഞാൻ വരണ്ടേ? ചാടി വാടാ. എന്നെ കൊല്ലരുത് മാവോയിസ്റ്റേ, ഞാൻ ഇവരോടൊപ്പം വന്നതല്ല, തോട്ടം നോക്കാൻ വന്നാണ്. തന്നെ ആരും പിടിച്ചിട്ടില്ല, കുറ്റി കുരുങ്ങിയതാ. സൽമാനെ, മാഷേ, മാഷേ, ഉമ്മടെ, എവിടെ? സൽമാൻ, മാഷേ, അയ്യോ,
പാമ്പ് അയ്യോ രാജവൻ ഇനി പാമ്പ് വല്ലതും കാണുമെന്ന് ചോദിക്കാൻ വന്നതാ. കരിങ്കുരങ്ങ രാജവമ്പാല ഇത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മരിക്കാറായിരിക്കുന്ന സമയത്താണ് പാമ്പെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കൊല്ലാൻ നോക്കുന്നത്. പേടിത്തൂറന്മാരി, നമുക്ക് രക്ഷപ്പെടാം. ഞാൻ പറയുന്നതൊന്ന് കേട്ടാ മതി. ഇനിയും സൽമാനെ അറിയാലോ, ഒന്നീ പിഴച്ച മൂന്നെന്ന്. അയ്യോ ഈ പിഴച്ചവൻ പറയണ എനിക്ക് കേക്കല്ലേടാ. പിഴയ്ക്കാതിരിക്കാനട കരടി ഞാൻ പറയുന്നത്. എനിക്ക് ഉറപ്പാ അവര് നമ്മളെ കൊല്ലും. എനിക്ക് വയ്യ. ഇനി എന്താ ഒരു വഴി? ഞാൻ പറയാം. മതി. അയ്യോ, ഇവള് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ ശവാടൊക്കെ കഴിയും. കാല് പിടിക്കാം, പ്ലീസ് ട്രസ്റ്റ് മീ സൽമാൻ. എന്തോന്നിട്ട് ഇയാള് ഷൂസിനെന്തൊരു നാറ്റോ. അലിനോട് ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ മതി. പറ. തോക്കില്ലേ നിന്റെ കയ്യില്? ഉണ്ട്. എങ്കിൽ മുമ്പിൽ നടക്ക്, ഞാനുണ്ടാവും പുറകില്. വേണോ? നടക്കാം. നെഞ്ചുരിച്ചിടുന്നു. അപ്പൊ ഉണ്ട് അവന്റെ നെഞ്ചി കയറിക്കോട്ടെ. നമ്മളെന്തിനാ ആൻസപ്പ്? തോക്കെടുത്ത് തലക്ക് ചൂണ്ടിട്ട് പറയടാ ആൻസപ്പ്. അനങ്ങി പോകരുത്. ബെസ്റ്റ്. ഇനി എന്ത് ചെയ്യാം? അയ്യോ, ഇനി ഇയാള് പറയുന്ന കേക്കണ്ട, അവര് പറയുന്ന കേക്കാം. തോക്കങ്ങോട്. തോക്ക് ഉണ്ടയില്ല. റോൾ പൊട്ടാസ് ഇടുന്ന തോക്കാണ്. വെള്ളം ചീറ്റുന്ന ഒരു തോക്കും ഉണ്ട്, അത് വേണോ? സറണ്ടർ. അതും കൂടെ കൊടുത്തേക്ക്. വേണ്ടെന്ന്. മാഷേ, ഉമ്പടി. സൽമാ